നിവർത്തുവാൻ തെല്ലിട നൽകാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ടാത്തുല്ലസിച്ചവർ ചുറ്റും നിന്നവർ ചല്ലിച്ചതച്ചതാ പാവമാ പയ്യനെ. അച്ഛൻ വിയർപ്പുമായി അമ്മയുടെ മോഹമായി ഒരുപാട് സ്വപ്നങ്ങളുമായി ഇവിടെ വന്നവൻ ശ്വാസനിശ്വാസങ്ങൾ വേർപെട്ട സമയത്തും അമ്മേ എന്നാർത്തു കരഞ്ഞതാ പൈതലും. ചോരപ്പാടുകൾ നിലവിളി ശബ്ദങ്ങൾ ഇന്നും മുഴങ്ങുന്നു ഇവിടെ നിൽക്കുമ്പോഴും. കൊന്നതാണാ പൊന്നുമകനെ ആ കാബാലിക ഒരു തുള്ളി വെള്ളം പോൽ നൽകാതെ. കൊന്നതാണാ പൊന്നുമകനെ ആ കാബാലിക ഒരു തുള്ളി വെള്ളം പോൽ നൽകാതെ. ഇനിയും ഒരു അമ്മയുടെ കണ്ണുനീർ വീഴാതെ നോക്കണം. 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 ഇവിടെ കവിത ചൊല്ലാനുള്ള ഉദ്യമത്തിൽ ഇതും പെട്ടു എന്നാണ്, അല്ലെങ്കിൽ പെടുന്നു എന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് പ്രതിഷേധത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുന്ന തലമാണ്. വ്യക്തിപരമായി ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ എടുക്കുന്നത്. ഒരു പുരുഷൻ തലമുണ്ടന എടുക്കുന്നത് പോലെയല്ല ഒരു സ്ത്രീ അതിന് തയ്യാറാകുന്നത്. മനസ്സിനൊന്ന് സിദ്ധാർത്ഥിന്റെ ചരമ കുടീരത്തിലേക്കാണ് ഓരോ മുടി ഇഴയും വന്നു വീണത് എന്ന് ഉറപ്പാണ്. ഒന്നുറപ്പാണ്, നീതി തേടിയേ നമ്മൾ മടങ്ങും. സിദ്ധാർത്ഥിനെ നേടി കിട്ടുക എന്ന് പറയുന്നത് ജീവൻ തിരിച്ചു കിട്ടുക എന്ന് മാത്രമാണ്. പക്ഷേ അതിലപ്പുറം ഇനി ചെയ്യാനാകുന്നത് സിദ്ധാർത്ഥിന് ജീവൻ വെടിച്ചവരെ ഇല്ലാതാക്കിയവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരിക എന്ന ഒരു പ്രതിജ്ഞ എടുക്കലാണ്.